എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു കുട്ടികൾക്കുള്ള സ്കേർട്ടാണ് പെപ്പർമിൻറ്റ് സ്വിൽ സ്കേർട്ട്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നോക്കുക, ഇത് ഓൾറെഡി ഞാൻ ഒരു ഡെമോ പീസായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഒരു പീസിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇതേപോലെ തന്നെയാണ് വലിയ ഒരു പീസ് സ്കേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കുക, നമ്മൾ ഇതിനെ ഒരു പേപ്പറിൽ ഏറ്റവും ആദ്യം പാറ്റേൺ ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നോക്കുക, നമുക്ക് ഒരു പേപ്പർ ഞാൻ ജസ്റ്റ് എടുത്തിട്ട് അതിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡാണ് കാണിക്കുന്നത്. നോക്കുക, നമ്മൾ ഇവിടെ ഞാൻ ഈ ഒരു ക്യാപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് നമ്മളെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഹാഫാണ് ഇത് മാർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ എത്രയാണോ വേസ്റ്റ് റൗണ്ട് അതിൻ്റെ ഹാഫ് ഇങ്ങനെ നമ്മൾ വെച്ച് മാർക്ക് ചെയ്യുക. ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ താഴത്തേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത്ത് ആവശ്യമുള്ളത്, സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആവശ്യമുള്ളത് അത് ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതൊരു 3.5 ഇഞ്ച് ആയിട്ടാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ കറക്റ്റായിട്ട് ആ 3.5 ഇഞ്ച് കറക്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുക. എത്രയാണോ ലെങ്ത്ത് നിങ്ങളുടെ സ്കേർട്ടിന് വേണ്ട ലെങ്ത്ത് എത്രയാണോ അത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ഇതൊരു ഡെമോ പീസാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെറുതായിട്ട് ആണ് കാണിക്കുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ചെയ്യുന്ന ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ഇതിനങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കുക നമ്മൾ. അല്ലേ, ഇപ്പം നമ്മൾ ആ അംബ്രല്ല സ്കേർട്ടിൻ്റെ ഹാഫാണിത്. ഒരു അംബ്രല്ല സ്കേർട്ടിൻ്റെ ഹാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ 8 പാനലിൻ്റെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതിൽ 8 പാനൽ ചെയ്യാം, 16 പാനൽ ചെയ്യാം, എത്ര വേണമെങ്കിലും നമുക്ക് പാനൽ കൂട്ടി ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഞാനിതിൽ 8 പാനൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, ഇതിൻ്റെ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ മടക്കി. ഇപ്പോൾ ഈ ഹാഫ് തന്നെ ഞാൻ 4ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ ഹാഫും കൂടി വരുമ്പോൾ 8 പാനലായി. ഇനി നോക്കുക, അതിൽ ഫോൾഡ് ചെയ്തൊക്കെ ഞാനൊന്ന് ലൈനാക്കി മാറ്റുകയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതെല്ലാം വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പണി ചെയ്യണത് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ എടുത്ത ആ മാർക്കിങ്ങിൻ്റെ നേർപകുതി 3.5യുടെ പകുതി 1.25 ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ ലെങ്ത്ത് അതിൻ്റെ പകുതി ആ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടു. ഇനി നമ്മൾ 2 എണ്ണം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അവിടുന്ന് തൊട്ടാണ് ഇതിൻ്റെ ആ ഷേപ്പ് വരച്ചു തുടങ്ങുന്നത്. അതായത് രണ്ടാമത്തെ ഇവിടുന്ന് തൊട്ട് നമ്മൾ ഷേപ്പ് വരയ്ക്കുകയാണ്. അത് ആ സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടെ കയറി ഈ ഏറ്റവും ഫസ്റ്റിൻ്റെ ഇവിടേക്ക് ഈ എൻഡിലേക്ക് വരണം. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മളിത് അവിടുന്ന് വരച്ചു. നമ്മൾ ഈ ഫസ്റ്റ് മാർക്കിങ്ങിൻ്റെ ആ ബോക്സിലേക്ക് കറക്റ്റ് ഇവിടേക്ക് ഇങ്ങനെ എത്തിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടെ കറക്റ്റായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാഫ് അമ്പറിൽ നമുക്കിത് കറക്റ്റ് 2 പീസാണ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ കൂടി ഒറ്റ പീസാണ് ഇന്ന് കറക്റ്റായിട്ട് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുക. എല്ലാ പീസും അതേ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണിത്. അപ്പോൾ കറക്റ്റ് ഈ ഒരു സൈസിൽ തന്നെയാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ 4 ഭാഗത്തേക്ക് നമ്മൾ എത്രയാണോ സീം അലവൻസ് വേണ്ടത് ആ സീം അലവൻസ് കൊടുക്കുക 4 സൈഡിലേക്കും. എന്നിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിന്ന് ഞാൻ ഈ പേപ്പർ കറക്റ്റ് ഈ സൈസിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ 4 ഭാഗത്തും നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പേപ്പർ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പേപ്പറിന്മേൽ നിങ്ങൾക്ക് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ചെയ്യുക. പക്ഷേ മെത്തേഡ് ഇതാണ്. നമ്മൾ ഈ കറക്റ്റ് അംബ്രല്ലയുടെ സൈസിൽ കട്ട് ചെയ്ത് അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമ്മൾ എടുക്കണം. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് തുണിയിൽ വെച്ച് മാർക്ക് ചെയ്യണതെന്ന് നോക്കുക. നമ്മൾ ഇതുണ്ട്, ഇത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു പീസാണ്. നമ്മൾ ഈ ചെയ്തിട്ടുള്ളതിൻ്റെ ബാക്കി ഒരു പീസാണിത്.
അപ്പോൾ ഇതേപോലെ തന്നെ ഒരു പീസ് ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നോക്കുക, വേറെ ഒരു കഷ്ണം തുണി എടുത്തു നമ്മൾ. ആ തുണി എടുത്തിട്ട് ഇതിൽ ഈ പേപ്പർ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. വെച്ചതിന് ശേഷം കണ്ടു ഈ സീം അലവൻസ് ഇട്ടിട്ട് വേണം നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അഡീഷണൽ സീം അലവൻസോട് കൊടുത്തിട്ട് ഇത് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ലെയറായിട്ട് തുണി അടക്കി വെച്ചിട്ട് ഒരൊറ്റ പീസ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഒരൊറ്റ പണിയുള്ളൂ. ഇനി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പീസും കൂടി ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഇതിന് ശേഷം ഇത് എങ്ങനെയാണ് ഇത് ജോയിൻറ്റ് ചെയ്യണത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 8 പാനൽ അല്ലെങ്കിൽ 16 പാനൽ എത്ര പാനലിൻ്റെ ആണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ പീസുള്ളൂ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, നമ്മൾ 8 പീസ് വേണം ഈ ഒരു സ്കേർട്ടിന് മിനിമം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്തെടുക്കാം. 16 പാനൽ വേണമെങ്കിൽ 16 ആക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടു, ഇങ്ങനെ തിരിയുമ്പോൾ ശരിക്കും നമുക്ക് ഒരു പ്രത്യേക എഫക്റ്റാണ് കിട്ടുക. ഇനി നമ്മൾ ഇത് തയ്ച്ചെടുക്കണം നോക്കുക. ഞാൻ ഇത് ഒരു 4 പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത 4 പീസാണ് ഇത് ചെയ്യണത്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ ഈ അകത്തേക്കുള്ള ഭാഗത്തേക്ക് ഇതിൻ്റെ പുറത്തെ വളവ് കണ്ടോ, ഇങ്ങനെ വേണം വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാൻ നമുക്ക്. അപ്പോൾ അകത്തെ സൈഡിലേക്ക് നമ്മൾ പുറത്തെ വളവ് വെച്ചിട്ട് വേണം ഇത് അറ്റാച്ച് ചെയ്ത് പോകാൻ. നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന പീസുണ്ട്. ഇതിപ്പോൾ ചെറിയ പീസായതുകൊണ്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്കേർട്ടിൻ്റെ ആ ലെങ്ത്തിലേക്കും ഇതിലേക്കും വരുമ്പോൾ നമുക്കിത് തയ്ച്ചെടുക്കാൻ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ഇതിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഇതേപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ള പണിയുള്ളൂ. അപ്പോൾ നോക്കുക, നമ്മൾ അവസാനം വരെ ഇത് നോക്കുക. ഞാൻ ഇത് ശരിക്ക് ആ സ്കേർട്ടിൻ്റെ ആ റൗണ്ട് ഷേപ്പിൽ അവസാനം വരെ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടിരിക്കുക. ബിഗിനേഴ്സിന് അത് വലിയ ഉപകാരമാവും. അപ്പോൾ നമ്മൾ കണ്ടിട്ട് ചെയ്യുക. പിന്നെ ഏറ്റവും അവസാനം ഇതിൽ വേസ്റ്റ് നമ്മൾ സാധാരണ ഇലാസ്റ്റിക് ഇട്ടിട്ട് വേസ്റ്റ് ബാൻഡ് പിടിപ്പിക്കുന്ന പോലെ പിടിപ്പിക്കുക. അടിഭാഗം നിങ്ങൾക്ക് ഒന്നുകിൽ ഓവർലോക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുക. മടക്കി അടിക്കണമെങ്കിൽ നിങ്ങൾ അടിയിൽ ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി ഉള്ളിലേക്ക് തയ്ക്കാം. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. മെയിനായിട്ട് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ കട്ടിങ്ങാണ്. അപ്പോൾ കട്ടിങ്ങിൻ്റെ ഭാഗവും അതുപോലെ ജോയിൻ ചെയ്യുന്ന ഭാഗവും ഈ 2 ഭാഗവും നിങ്ങൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നിങ്ങളെല്ലാവരും സ്കേർട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള പണികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്നത് കൊണ്ടാണ് ആ ഭാഗങ്ങൾ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ സ്കേർട്ട് ഞാൻ ചെയ്യാൻ ഇപ്പോൾ പ്ലാനിലില്ല. അപ്പോൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ കട്ടിങ് എല്ലാവരും സ്റ്റിച്ചിങ്ങും ഇത് നോക്കി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടും വളരെ കറക്റ്റായിട്ടും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇത് മുഴുവനായിട്ട് കാണുക. അപ്പം വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇത് കണ്ട് മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. കാണാൻ കുട്ടികൾക്ക് നല്ല ഭംഗിയുള്ള ഒരു മോഡലും കൂടിയാണ് ഇത്, അത് മറക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം കൂടി ഞാൻ ക്ലോസ് ചെയ്യുകയാണ് ഇതിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. സ്കേർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആരോ ഉണ്ടായിരുന്നു. ഈ സ്കേർട്ട് പ്രത്യേകം ചോദിച്ചിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ കാണുക, കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.